നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രചാരണം നയിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ സംസ്ഥാനങ്ങളിലായി 140 പൊതുപരിപാടികളിൽ മോദി പങ്കെടുക്കും. ലോക്സഭാ മണ്ഡലങ്ങളെ ക്ലസ്റ്ററുകളായി തിരിച്ച് എല്ലായിടത്തും പ്രധാനമന്ത്രിയെ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ബിജെപി മുന്നോട്ട് പോകുന്നത്. അതേസമയം ബിജെപിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ച പുറത്തിറങ്ങും. കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 7 മുതൽ 8 വരെ ലോക്സഭാ മണ്ഡലങ്ങളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ബിജെപി പ്രചാരണ പരിപാടികൾ നടത്തുക. ഇതിൽ ഓരോ ക്ലസ്റ്ററിലും എത്തി പുതിയ വികസന പദ്ധതികൾ മോദി പ്രഖ്യാപിക്കും. റാലികൾ, പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോ തുടങ്ങിയ പരിപാടികളും മോദിയുടെ പ്രചാരണത്തിന്റെ ഭാഗമാകും. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ നടത്തിയ ബജറ്റ് ഇപ്പോഴും വിവാദത്തിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ബിജെപി സർക്കാരിന് ഒരു കൂസലുമില്ല? ഒരു ചൂടില്ലാത്ത ഇലക്ഷൻ പ്രചരണമല്ലേ ഇത്? ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ബജറ്റിൽ എന്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല? ഇതിനർത്ഥം വരാൻ പോകുന്ന ഇലക്ഷന് ഒരു ഭയവുമില്ല എന്നല്ലേ? ഇനിയും മോദി ഭരണം വന്നാൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഈ കസേരക്കളി ഇങ്ങനെ കാലാകാലത്തോളം തുടർന്നുകൊണ്ടേയിരിക്കും. ഇലക്ഷന് മുന്നേ ഉള്ള വെറും പ്രകടന പത്രിക മാത്രമായിരുന്നു ബജറ്റ് എന്ന പേരിൽ ഇറക്കിയത്. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലായി 140 പൊതുപരിപാടികൾ പങ്കെടുക്കുന്നത് വെറും ഇലക്ഷൻ പ്രചാരണം മാത്രമാണ്. മതേതര രാഷ്ട്രമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോഴും പള്ളി പൊളിച്ച് അമ്പലമാക്കാൻ ധൃതിപ്പെടുകയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്? ഇനി എത്ര അയോധ്യയും ഗ്യാൻവാപ്പിയും ആണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്? വർഗീയത മാത്രം പരത്തി എത്ര നാൾ ഈ സർക്കാർ ഇങ്ങനെ പിടിച്ചു നിൽക്കും? ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ഭുവനേശ്വറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖാർഗെ ജനങ്ങളോട് ജനാധിപത്യം സംരക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിജയിച്ചാൽ അതിനുശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ പുടിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഇന്ത്യയിലും അത് സംഭവിക്കും. വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപി അധികാരത്തിൽ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പും ഇനി ഉണ്ടാകില്ല. അവർ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് രാജ്യം ഭരിക്കും. അവർ തെരഞ്ഞെടുക്കപ്പെടുകയും 200, 300, 400, 500 സീറ്റുകൾ നേടുകയും ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ എത്തിയതായിരുന്നു ഖാർഗെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാം, എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ പോലെ അടിമയാകണമെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ ഭരിച്ചേ പറ്റൂ, എന്നാൽ അതൊരിക്കലും ഒരു മതമാകരുത്. മതങ്ങൾ രാജ്യത്തെ ഭരിച്ചു തുടങ്ങിയാൽ ആ രാജ്യം നശിക്കും. മോദി സർക്കാരിന്റെ പൊതുപരിപാടികൾ നടക്കട്ടെ, രാജ്യത്തിന് നല്ലതുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.